എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മാൻഷനിൽ നിന്ന് വലിയൊരു പാട്ട് കേൾക്കാണ്. ആ പാട്ട് കേട്ട് നമ്മുടെ ബ്രൂക്ക് ആ പാട്ട് കേട്ട സ്ഥലത്തേക്ക് ഉഷാറായിട്ട് ഓടി വരും. അത് മറ്റാരുമല്ല, യൂമ എന്ന് പേരുള്ള ഒരു സോംബിയാണ്. യു ആർ അൺബിലീവബിൾ. നീ വീണ്ടും ഇവിടേക്ക് വന്നു അല്ലേ? കുറച്ചു മുൻപല്ലേ ഞാൻ നിന്നെ അടിച്ചോടിച്ചത്. അതിന് ബ്രൂക്ക് പറയും, നീ എന്നെ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ഷാഡോ അത് നിന്റെ ബോഡിയിലാണ് ഉള്ളത്. സോ മര്യാദയ്ക്ക് അതെനിക്ക് തിരികെ താ. അങ്ങനെ ആ സോംബി അവൻ ഫുൾ കലിപ്പില് ബ്രൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. കട്ട് ചെയ്താ ഇവിടെ റോബിനും ടാങ്കിയും അവര് ബ്രൂക്ക് കൊടുത്ത ഉപ്പ് അത് വാരി എറിഞ്ഞ് ഒരുപാട് സോംബീസുകളെ നശിപ്പിച്ചു കളഞ്ഞു. ബാക്കിയുള്ളതുങ്ങളാണെങ്കിൽ ഇപ്പൊ അവരെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. ആ സോംബീസ് ആണെങ്കിൽ ഇപ്പൊ പരസ്പരം പറയും, ബ്രൂക്കിന് അറിയാവുന്ന ആ ഒരു രഹസ്യം അതിപ്പോ ഇവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് രക്ഷയില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്ത ഫ്രാങ്കിയും റോബിനും ടോപ്പറും ഉസോപ്പും അവർ ഉഷാറായിട്ട് കപ്പലിലേക്ക് ഓടുകയാണ്. കാരണം സാഞ്ചിയുടെയും സോറയുടെയും ലൂഫിയുടെയും ബോഡി അത് ഉറപ്പായിട്ടും അവർ കപ്പലിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്തി അവരെങ്ങനെയെങ്കിലും വിളിച്ചുണർത്തി അവരുടെ ഷാഡോസ് അത് തിരികെ പിടിക്കണം. ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. ചോപ്പറിന്റെ ഉള്ളില് അവന്റെ ടെൻഷൻ കൂടിക്കൂടി വരും. കാരണം നാമി അവളാണെങ്കിൽ ആ ഇൻവിസിബിൾ മാന്റെ കയ്യിലാണ്. പക്ഷെ അവൻ അവളെ കൊല്ലില്ല എന്നൊരുറപ്പ് ചോപ്പറിനുണ്ട്. അപ്പൊ ഫ്രാങ്കി അവനാണെങ്കിൽ ആ സോംബീസുകളെ നേരിടാനുള്ള വഴി വളരെ ഡീറ്റെയിൽ ആയി ബ്രൂക്ക് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അവർക്കും പറഞ്ഞു കൊടുക്കും. ഉടനെ റോബിൻ ചോദിക്കും, മുകളില് വലിയൊരു ശബ്ദം കേട്ടു, അതെന്താണ്? അപ്പോഴായിരിക്കും ഉസോപ്പ് പറയാ, ലൂഫിയുടെ ഷാഡോ അത് ഓൾറെഡി അവരെടുത്തു കഴിഞ്ഞു. 900 എന്ന് പേരുള്ള വലിയൊരു ആജാനുബാഹു അവന്റെ ബോഡിയിലേക്ക് എന്റെ ഷാഡോയെ മുഴുവനായിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ നിലവിളിയാണ് കുറച്ചു മുൻപ് കേട്ടത്. കട്ട് ചെയ്ത ഇവിടെ സോംബീസ് അവറ്റകളാണെങ്കിൽ ഒരുപാട് ഫുഡൊക്കെ തലയിൽ വെച്ച് അവർ ക്രിയേറ്റ് ചെയ്ത 900 അവന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് പോലും പേടിയാവും. ആ മാൻഷനിലുള്ള മുഴുവൻ ഫുഡ് കിട്ടിയിട്ടും 900 ആണെങ്കിൽ വീണ്ടും വീണ്ടും ഫുഡ് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ചുന്ദരി ആണെങ്കിൽ അതിന്റെ അസിസ്റ്റന്റിനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീ ശരിക്കും ഇത്രയും വലിയൊരു ചീറ്ററാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ വില്ലന്മാരെ 3 പേരെയും നീ നിന്റെ ബോഡിയിൽ ചുമന്നുകൊണ്ട് നടന്നു. ഒരു വാക്ക് പോലും എന്നോട് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് അതിന് വീണ്ടും വീണ്ടും അവൾ അടിക്കാനും വഴക്കു പറയാനും തുടങ്ങും. കട്ട് ചെയ്ത ആ 900 അതാണെങ്കിൽ കിട്ടിയ ഫുഡൊക്കെ ഒറ്റ ഇരിപ്പിന് തിന്നുകയാണ്. അതിനുശേഷം അവന്റെ ചുറ്റുമുള്ള സോംബീസിനോട് പറയും, താങ്ക് യു സോ മച്ച്. ആക്ച്വലി എനിക്ക് നിങ്ങൾ ആരെയും പരിചയമില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് ഒത്തിരി ഫുഡ് തന്നു. അതിൽ ചില ഫുഡൊക്കെ വളരെ ബാഡാണ്, എങ്കിലും കുഴപ്പമില്ല, കാലത്തേക്ക് എന്റെ വിശപ്പ് അടങ്ങിയെന്ന് പറയും. ആ ഗഗ്ഗോമുറയ്ക്കാണെങ്കിൽ ഇപ്പൊ 900നെ കണ്ട് ഭയങ്കര സന്തോഷാവും. 900 പറയും, ഗഗ്ഗോമുറിയ, നിങ്ങളാണ് ഇന്നു മുതൽ എന്റെ മാസ്റ്റർ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഒബേ ചെയ്യൂ. അടുത്ത സെക്കൻഡ് 900 അത് വീണ്ടും പറയും, എനിക്ക് വിശക്കുന്നു, ഇനി ഫുഡ് എനിക്ക് കിട്ടിയേ പറ്റൂ. ഗഗ്ഗോമുറയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഇവൻ എന്റെ അച്ഛനും അമ്മയെ കഴിഞ്ഞ് മോശമാണോടെന്ന് പറഞ്ഞ് വീണ്ടും ആ സോംബീസിനോട് ഫുഡ് കൊണ്ടുവരാൻ പറയും. ഞാൻ സോംബീസ് പറയും, നമ്മുടെ ഐലാൻഡില് ഇനി ഇവന് കൊടുക്കാനുള്ള ഫുഡ് ഇല്ല. ഓൾമോസ്റ്റ് ഇവിടെയുള്ള ഫുഡ് മുഴുവൻ ഇപ്പോ അവന് കൊടുത്തു കഴിഞ്ഞു. അതിന് സിൻഡ്രി പറയും, വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ട്രഷർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൂം അവിടെ ഇനിയും ഒരുപാട് ഫുഡ് ബാക്കിയുണ്ട്. ഡോക്ടർ പറയും, അയ്യോ വേണ്ട വേണ്ട, അത് എമർജൻസി സിറ്റുവേഷനിൽ എടുക്കാൻ വെച്ചിരിക്കുന്ന ഫുഡാണ്. പക്ഷെ ഗഗ്ഗോ മുറയാണെങ്കിൽ തറപ്പിച്ചു പറയും, ഇതും ഒരു എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ്, നമുക്കിപ്പോ ആ ഫുഡ് അതിവന് കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞ് സോംബികളെ എല്ലാത്തിനെയും അവിടേക്ക് അയക്കും. ബേസ്മെന്റിലേക്ക് വന്ന് അവരിപ്പോ ഓരോ കെട്ടായിട്ട് ഫുഡുകൾ അത് മുകളിലേക്ക് കൊണ്ടുപോകും. 900 ആണെങ്കിൽ ചാക്കോട് കൂടെ അതങ്ങനെ മുഴുവനായിട്ടും വിഴുങ്ങാണ്. ഉടനെ ആ ഹെൻറി പെണ്ണ് അവള് പറയും, ഒരു കാരണവശാലും സോൾട്ട് ടേസ്റ്റ് ഉള്ള ഫിഷ് അത് ഇതിന് കൊടുക്കാനായിട്ട് പാടില്ല. കേൾക്കേണ്ട താമസം വീണ്ടും സോംബീസ് അവരാ സോൾട്ട് ടേസ്റ്റ് ഉള്ള ഫിഷിനെ അന്വേഷിച്ച് താഴേക്ക് വരും. ആ സോംബീസ് ആണെങ്കിൽ ആ ഫിഷ് അതാരുടെ കണ്ണിൽ പെടാതെ അവിടുന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ 900 ആണെങ്കിൽ കറക്റ്റായിട്ട് ആ ഫിഷിനെ കണ്ടെത്തും. എനിക്ക് ആ ഫിഷ് വേണം, ഒരുപാട് നാളായി ഞാനൊരു ഫിഷിനെയൊക്കെ കഴിച്ചിട്ട്. പക്ഷെ 900 ആണെങ്കിൽ അതിനെ വിട്ടു കൊടുക്കില്ല. അവൻ ആ ഫിഷിനെയും ആ സോംബീസിനെയും എല്ലാം തൂക്കിയെടുത്ത് വായിലേക്കിടും. സോംബീസുകളാണെങ്കിൽ ആ ഫിഷിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് എടുത്തു ചാടും. അതിനുശേഷം മറ്റൊരു ഫിഷിന്റെ മീറ്റ് ഇപ്പോ 900ന് കഴിക്കാൻ കൊടുക്കും. ഗ്യാപ്പിൽ വേറൊരു സോംബി ഇപ്പോ ആ ഫിഷ് കടിക്കുകയാണ്. അത് കടിക്കേണ്ട താമസം അവന്റെ ഉള്ളിലെ ഷാഡോ അതിപ്പോ പതിയെ പുറത്തേക്ക് വരും. ഗഗ്ഗോമുറിയെ വീണ്ടും പറയും, ഒരുപാട് വർഷങ്ങളായി നീ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നീ നിന്റെ പവറും സ്ട്രെങ്ത് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളും ദേശങ്ങളെയും ആൾക്കാരെ ഒക്കെ തന്നെ നീ ഇല്ലാതാക്കി. ഇപ്പോ നിനക്ക് പൊതുജീവൻ നൽകിയത് അത് ഞാനാണ്.
സോ ഞാൻ മുൻപ് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ ഒബേ ചെയ്യേണ്ടത് എന്റെ വാക്കാണ്. അത് കേട്ട് ഒരു 2 സെക്കൻഡ് ഇപ്പൊ 900 അത് ഗാഢമായി ചിന്തിക്കാൻ തുടങ്ങും. അതിനുശേഷം ഗക്കോ മുറിയോട് പറയും, ഒരു കാരണവശാലും ഇല്ല, എനിക്കിപ്പോഴാണ് എന്റെ ലക്ഷ്യബോധത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. ഞാനൊരിക്കലും നിന്നെ ഒബേ ചെയ്യില്ല. എനിക്ക് എന്റേതായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഉടനെ ബാക്കിയുള്ള സോംബീസിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഗക്കോ മുറിയോട് ആരും ഇതുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ആ സോംബികളാണെങ്കിൽ ഇപ്പൊ വമ്പ സ്വരത്തില് അതിനോട് ദേഷ്യപ്പെടും. അതിനാൽ 900 അത് കാഷ്വൽ ആയിട്ട് പറയും, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങളായില്ലേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. സോ എനിക്ക് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് പോകണം. അത് കേട്ട് വീണ്ടും ഗക്കോ മുറിയൊക്കെയാണെങ്കിൽ ഡബിൾ ഷോക്കാവും. കാരണം ലൂഫിയുടെ ഡ്രീം അതങ്ങനെ ഇവനും കിട്ടിയിരിക്കുകയാണ്. ഗക്കോ മുറിയ ആള് തീർത്തു പറയും, ഒരു കാരണവശാലും നീ ഇവിടം വിട്ട് പുറത്തേക്ക് പോവില്ല. ഈ ഒരു വാള് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ മുഴുവൻ നല്ല ഫ്രീസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പോലും ക്രിയേറ്റ് ചെയ്തത് നീ പുറത്തു പോകാതിരിക്കാനാണ്. അതിനാൽ 900 ഗം ഗം പിസ്റ്റൽ എന്ന് പറഞ്ഞ് ആ ചുമരിൽ ആഞ്ഞെട്ടിക്കും. ആ ഒരു ഇട്ടിയില് ചുമര് മുഴുവനായിട്ടും തകർന്ന് നമ്മുടെ 900 അവൻ പുറത്തേക്ക് ചാടും. ഗക്കോ മുറിയൊക്കെയാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയില്ല. അവൻ കണ്ണു തള്ളി ഇപ്പൊ 900 നോക്കും. അപ്പൊ 900 അത് 2 കൈയും മുകളിലേക്ക് ഉയർത്തി, ഞാനിപ്പോ കിങ് ഓഫ് പൈററ്റ് ആവാൻ പോവാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ബ്രൂക്ക് അവനാ യൂമയായിട്ട് ഫൈറ്റ് ഒന്നും ചെയ്യാതെ അവന്റെ കാലിൽ വീണ് കെഞ്ചാണ്, പ്ലീസ് ഒരേ ഒരു തവണ എനിക്ക് എന്റെ ഷാഡോ തിരികെ തരണം. ഇവിടെ എത്രയോ ഷാഡോ വെറുതെ നടക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഷാഡോ നഷ്ടപ്പെട്ട ബ്രൂക്ക് ആണെങ്കിൽ ആ സിമിത്തേരി വഴി അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ ദൂരത്തായിട്ട് 2 സോംബികള് അവര് പരസ്പരം കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ബ്രൂക്ക് കാണും. അവൻ നൈസായിട്ട് ഒരു ഭാഗത്ത് പോയി ഒളിച്ചിരുന്ന് അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിലൊരുത്തം പറയും, അവൻ വലിയൊരു മണ്ടത്തരം കാണിച്ചു, ഉപ്പിലിട്ട് വെച്ച മത്സ്യം അതെടുത്ത് അവൻ കഴിച്ചു. സോ അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഷാഡോ അത് വെളിയിൽ പോയി അവൻ മരിച്ചു. അപ്പോഴായിരിക്കും ബ്രൂക്കിന് പിടികിട്ടുക എങ്ങനെയാണ് ഈ സോംബീസിനെ അവരെ ഇല്ലാതാക്കേണ്ടതെന്നും അവരുടെ ബോഡിയിലുള്ള ആ ഷാഡോയെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടതെന്നും. അതിനുശേഷം ബ്രൂക്ക് ഇപ്പൊ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. ഒരു കത്തി എടുത്ത് ആ ഡോക്ടറിന്റെ കഴുത്തിൽ വെക്കും. സത്യം പറയും, എന്റെ ഷാഡോ അത് നിങ്ങൾ എന്ത് ചെയ്തു? ആ ഷാഡോ നിങ്ങൾ ആർക്കാണ് കൊടുത്തത്? അതെനിക്ക് തിരികെ തന്നിട്ടില്ല എങ്കിൽ ഈ ഐലാൻഡിൽ മുഴുവൻ ഞാൻ സോൾട്ട് മിക്സ് ചെയ്ത ഫിഷ് അത് സ്പ്രെഡ് ചെയ്യും. അത് കേട്ട് ഡോക്ടർ ആള് ഷോക്കാവും. ഇത്രയും വലിയൊരു സീക്രട്ട് അതെങ്ങനെ ഇവ കണ്ടുപിടിച്ചു? ഇവനോട് ആരായിരിക്കും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് ഡോക്ടർ ആള് വണ്ടടിച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അതിനുശേഷം വീണ്ടും അവൻ ആ ഗ്രേവ് യാർഡിലൂടെ നടന്നു വരികയാണ്. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും അവന്റെ ഷാഡോ അതെവിടെയുണ്ടെന്ന് അവന് കണ്ടെത്താനായില്ല. പക്ഷെ എങ്കിലും നഷ്ടപ്പെട്ടു പോയ എന്റെ ഷാഡോ അതെന്ത് വില കൊടുത്ത് ഞാൻ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് അവൻ പാട്ട് പാടാൻ തുടങ്ങും. ബ്രൂക്കിന്റെ പാട്ട് കേട്ട് ഒരുപാട് സോംബീസ് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് ബ്രൂക്ക് അവൻ ചാടി അവറ്റകളെ ഓരോന്നിനെയായിട്ട് അങ്ങനെ വെട്ടിയെറിയാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഇൻവിസിബിൾ മാൻ ആൾക്കാണെങ്കിൽ അത് കേട്ട് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഉടനെ ആ സോംബീസ് പറയും, അവനെ കാണാനും ഞങ്ങളെപ്പോലെ തന്നെയാണ്, ഹമ്മിങ് ഒക്കെ ചെയ്താണ് അവൻ ഞങ്ങളെ അറ്റാക്ക് ചെയ്തത്. സോ അന്ന് മുതലാണ് അവരെല്ലാവരും ബ്രൂക്കിനെ ഹമ്മിങ് സ്ക്വാഡ്സ്മാൻ എന്ന് വിളിക്കാൻ പോലും തുടങ്ങിയത്. ഇതിനുശേഷം ഇൻവിസിബിൾ മാൻ ബ്രൂക്കിനെ പിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടും. പക്ഷെ അവൻ തലകുത്തി നിന്നിട്ടും ബ്രൂക്കിനെ പിടിക്കാൻ കഴിയില്ല. പക്ഷെ ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ ഷാഡോ അതേത് സോംബിയിലാണ് ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി അവനുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ബ്രൂക്കിന്റെ ഷാഡോയുടെ പവർ അതിനു മുൻപില് ബ്രൂക്കിനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബ്രൂക്കിന്റെ ഷാഡോ ബ്രൂക്കിനോട് പറയും, മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇപ്പൊ എന്റെ ക്യാപ്റ്റൻ ഗക്കോ മുറിയാണ്. പഴയ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. സോ ഒരു കാരണവശാലും എന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. പക്ഷെ ബ്രൂക്ക് ആണെങ്കിൽ വീണ്ടും അതിന്റെ പിന്നാലെ പോയി അറഞ്ചം പുറഞ്ചം പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റിന്റെ ഒടുവില് ബ്രൂക്കിന്റെ ജീവൻ നഷ്ടപ്പെടും എന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ ബ്രൂക്ക് പറയും, ഇനി ഞാൻ നിന്റെ പിന്നാലെ വരില്ല, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുതെന്നും പറഞ്ഞ് അതിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. അന്ന് അവിടുന്ന് തലനാരഴക്കി രക്ഷപ്പെട്ട ബ്രൂക്ക് ഇപ്പൊ 5 വർഷത്തിന് ശേഷം തിരികെ എത്തിയിരിക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റിൽ ബ്രൂക്ക് അവനിപ്പോ അവന്റെ ഷാഡോ ഉള്ള ആ ഒരു സോംബി ആയിട്ട് ഫുൾ പവറിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതേസമയം ഇവിടെ ആ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ നാമയെ തൂക്കിയെടുത്ത് ആരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവനോട് പറയും, എത്രയും പെട്ടെന്ന് എന്റെ വെഡിങ്ങിനുള്ള ഏർപ്പാട് അത് ചെയ്യണം, ഞാനിവളെ കല്യാണം കഴിക്കാൻ പോവാണ്. ഉടനെ ഇൻവിസിബിൾ മാന്റെ അസിസ്റ്റന്റ് അവനാണെങ്കിൽ നാമിക്ക് ഇടാനുള്ള
വെഡിങ് ഡ്രസ്സ്. അതിനുവേണ്ടി അളവെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.